വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റർ ഉണ്ടോ. 5ാമത്തെ ചാപ്റ്ററാണ് പ്ലവക്ഷമ ബലം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യത്തെ 4 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ SCERT പഠിക്കാത്തവർക്കായിട്ടും പഠിച്ചു കഴിഞ്ഞവർക്ക് റിവിഷൻ പോലെ നമ്മളൊരു പുതിയ SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ PSC കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? പ്ലവക്ഷമ ബലം എന്നാണ് അല്ലേ. പ്ലവക്ഷമ ബലം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിനു മുമ്പ് ബലത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു കുട്ടിയുടെ ഡൗട്ട് പറയുന്നുണ്ട് അല്ലേ. വളരെ കുറഞ്ഞ ഭാരമുള്ള ഇരുമ്പാണി പോലും ജലത്തിൽ മുങ്ങിപ്പോകുന്നു, എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ എങ്ങനെയാണ് സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. സുതാര്യമായ ഒരു ബക്കറ്റിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കുക. വായുഭാഗം അടച്ച ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പി ജലോപരിതലത്തിൽ വെക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? എന്തായിരിക്കും? ഈ കുപ്പി നമ്മൾ നന്നായിട്ട് താഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു കുപ്പി അല്ലെങ്കിൽ വേറെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് താഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ബലം അവിടെ നിന്ന് അടിയിൽ നിന്ന് ഒരു മുകളിലേക്ക് ഒരു ചെറിയൊരു ബലം അനുഭവപ്പെടും അല്ലേ. അപ്പോൾ അതെന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബലം മുകളിലേക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് കുപ്പി ജലത്തിൽ മുങ്ങിക്കിടക്കാത്തത്? എന്തുകൊണ്ടായിരിക്കാം? അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് ജലം ഉയർത്തുമ്പോൾ ബക്കറ്റ് ജലോപരിതലത്തിൽ എത്തുന്നത് വരെ എന്തായിരിക്കും? ഭാരക്കുറവായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഈ ഭാരക്കുറവിന് കാരണം? എന്തായിരിക്കും കാരണം എന്ന് പറയുന്നത്? അപ്പോൾ ഇതിനൊക്കെ ആൻസർ വരുന്നതാണ് പ്ലവക്ഷമ ബലം കേട്ടോ. എന്താണ് പ്ലവക്ഷമ ബലം? ഒരു ബക്കറ്റിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ ബക്കറ്റ് അടിയിൽ നിന്ന് ജലം നിറച്ച കപ്പ് ഇതേ നോക്കി. അവിടെ ഒരു ബക്കറ്റിൽ ഒരു കപ്പ് താഴ്ത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ കപ്പ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അവിടെ വരെ, അതായത് ഈ ജലത്തിൻ്റെ ഉപരിതലം വരെ നല്ല സിമ്പിളായിട്ട് വരും. പക്ഷേ അതിന് മുകളിലേക്ക് എത്തുമ്പോൾ, ജലമില്ലാത്ത ഭാഗത്ത് എത്തുമ്പോൾ ഭയങ്കര നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ബലം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ബക്കറ്റിലെ ജലത്തിനുള്ളിലും ജലനിരപ്പിന് മുകളിലും കപ്പിൻ്റെ ഭാരത്തിൽ എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെട്ടത്? എന്തായിരിക്കും കാരണം? നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ എന്താണ് ഭാരത്തിന് എന്ത് വ്യത്യാസമാണ്? അടിയിൽ ഭാരം ഉണ്ടായിരിക്കില്ല, എന്നാലേ ഈ ജലത്തിൻ്റെ മുകളിൽ ഉപരിതലത്തിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഭാരം ഉണ്ടായിരിക്കും അല്ലേ. ദ്രാവകത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ ആ ദ്രാവകം മുകളിലേക്ക് ബലം പ്രയോഗിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു അല്ലേ. നമ്മൾ പറഞ്ഞു അവിടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്ന കാരണമാണ് അവിടെ ഭാരം കൂടുതൽ തോന്നാൻ കാരണം. ദ്രാവകങ്ങളിൽ മാത്രമാണോ ഈ പ്രത്യേകത അനുഭവപ്പെടുന്നത്? നമുക്ക് നോക്കാം. അന്തരീക്ഷ വായുവിൽ സ്വതന്ത്രമാക്കുന്ന ഹീലിയം നിറച്ച ബലൂണിന് എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷ വായുവിൽ സ്വതന്ത്രമാക്കുന്ന ഹീലിയം നിറച്ച ബലൂണിൽ നമ്മൾ ഹീലിയം നിറച്ചൊരു ബലൂൺ നമ്മൾ പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ, അന്തരീക്ഷ വായുവിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഹീലിയം നിറച്ച ബലൂണിന് ഭാരമുണ്ടെങ്കിലും അതിനേക്കാൾ കൂടിയ ബലം അന്തരീക്ഷ വായു മുകളിലേക്ക് പ്രയോഗിച്ചത് മൂലമാണ് ഈ ബലൂൺ ഉയർന്നു പോകുന്നത്. നമുക്കറിയാം ഹീലിയം നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബലൂണിന് ചെറിയൊരു ഭാരം ഉണ്ടാകുന്നു, പക്ഷെ അതിനേക്കാളും കൂടുതൽ ബലം എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ വായുവിലുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണമാണ് അത് പൊങ്ങിപ്പോകുന്നതിനായിട്ട് കാരണം. ദ്രാവകങ്ങളിൽ മാത്രമല്ല വാതകങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾക്കും മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ബലം മുകളിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായിട്ട് ദ്രവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായിട്ട് അറിയപ്പെടുന്നതാണ് ദ്രവങ്ങൾ. ദ്രവങ്ങൾ എന്താണ്? ദ്രാവകങ്ങളും വാതകങ്ങളാണ്. അത് ലിക്വിഡ്സും ഗ്യാസസും ആണ് ഈ പൊതുവായിട്ട് ദ്രവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഫ്ലൂയിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ 2 തരം ബലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം, അതായത് വസ്തുവിൻ്റെ ഭാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, അതായത് താഴേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലം ഉണ്ടായിരിക്കും. വസ്തു ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലം ഉണ്ടായിരിക്കും. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്ലവക്ഷമ ബലം? ഒരു വസ്തു പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലവക്ഷമ ബലത്തിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജലത്തിനുള്ളിൽ നിന്ന് വായു കുമിളകൾ ഉയരുന്നത് കേട്ടോ. ജലത്തിനുള്ളിൽ നിന്ന് വായു കുമിളകൾ ഉയരുന്നത് പ്ലവക്ഷമ ബലത്തിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കപ്പ് നമ്മളൊരു ജലത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊക്കുവാനായിട്ട് ഒരു ചെറിയൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹീലിയം നിറച്ച ബലൂണിൻ്റെ കേസ് പറഞ്ഞതൊക്കെ ഈ പ്ലവക്ഷമ ബലത്തിന് എക്സാമ്പിളാണ്.
പ്ലവക്ഷേമ ബലം എങ്ങനെ അളക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു കല്ലും അതുപോലെ തന്നെ എന്താണ് ഇട്ടേക്കുന്നത്, ഒരു കല്ലും അതുപോലെ തന്നെ ഇരുമ്പൊക്കെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഭാരം നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലം വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. അതാണ് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ്, ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലം ഉണ്ടായിരിക്കുമല്ലോ, ഈ ബലം തന്നെയായിരിക്കും വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമെന്ന് പറയുന്നത്. അതായത് വസ്തുവിൻ്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. ഭാരക്കുറവ് എന്താണ് അവിടെ വരുന്നത്, അതിന് തുല്യമായിരിക്കും പ്ലവക്ഷേമ ബലം എന്ന് പറയുന്നത്. പ്ലവക്ഷേമ ബലം ഈക്വൽ ടു എന്താണ്, വസ്തുവിൻ്റെ ഭാരക്കുറവിൽ, അതായത് അവിടെ എന്താണ് വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരക്കുറവുണ്ടല്ലോ അതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്ലവക്ഷേമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, പ്ലവക്ഷേമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നോക്കിയവിടെ ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് പൂരിത ഉപ്പ് ലായനിയിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ജലത്തിലും ഗ്ലിസറിലൊക്കെ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, വായുവിലെ ഭാരം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, W=mg ആണല്ലേ. അപ്പോൾ നമുക്ക് വായുവിലെ ഭാരം കാണുന്നതിനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ നൽകിയിട്ടുണ്ട്, W=mg ആണ്. അപ്പോൾ എന്താണ്, m എന്ന് പറയുന്നത് എത്രയാണ്, 100 ഗ്രാം ആണ് അല്ലേ. 100 ഗ്രാം ആണ് നമുക്കിവിടെ പിക്ചറിൽ നൽകിയിട്ടുണ്ടല്ലോ, 100 ഗ്രാം ആണ്. നമുക്ക് തൂക്കുകട്ടയുടെ വായുവിലെ ഭാരം കേട്ടോ അവിടെ പറയുന്നത്. വായുവിലെ ഭാരം കാണുന്നതിനായിട്ട് നമുക്കറിയാം ഇക്വേഷൻ ആണ്, ഭാരത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W=mg ആണ്. അപ്പോൾ വായുവിലാണെന്നുണ്ടെങ്കിൽ m എന്ന് പറയുന്നത് എത്രയാണ്, നമ്മളിവിടെ 100 ഗ്രാമാണ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാം m കൊടുത്തു. g എന്ന് പറയുന്നത് എത്രയാണ്, വായുവിൽ എത്രയാണ്, ഗുരുത്വാകർഷണം 9.8 m/s ആണ്. അപ്പോൾ 0.98 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. അതായത് എങ്ങനെയാണ്, 100 ഗ്രാം ഇൻറ്റു 9.8 അല്ലേ, 100 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 100 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 0.1 കിലോഗ്രാം എന്ന് കിട്ടി. ഇൻറ്റു 9.8 ചെയ്തപ്പോൾ 0.98 ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പൂരിത ഉപ്പുലായനിയും അതുപോലെ തന്നെ ജലം, ഗ്ലിസറിനിലൊക്കെ എങ്ങനെയാണ് ഭാരം കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെയിറ്റും അതുപോലെ തന്നെ എന്താ അറിയണം, വെയിറ്റും അറിയണം, അതുപോലെ തന്നെ 100 ഗ്രാമിലെ ജലം എന്ന് പറയുന്നത് തൂക്കുകട്ടിയുടെ ദ്രാവകത്തിലെ ഭാരം അല്ലെങ്കിൽ പൂരിത ഉപ്പുലായനിലൊക്കെ 100 ഗ്രാം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സെയിം തന്നെയാണല്ലോ വരാം അല്ലേ. പൂരിത ഉപ്പുലായനിലെ തൂക്കുകട്ടിയിലെ ദ്രാവകത്തിലെ ഭാരം കാണുന്നത് W=mg ആണ്. W എന്ന് പറയുന്നത് എത്രയാണ്, m മുതൽ 100 ഗ്രാം തന്നെയാണ് കട്ട താഴ്ത്തിയിട്ടിരിക്കുന്നത് അല്ലേ. വ്യത്യസ്ത ദ്രാവകങ്ങളിൽ വ്യത്യസ്ത ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കും നമുക്ക് നോക്കാം. ഒരു വസ്തുവിന് വ്യത്യസ്ത ദ്രാവകങ്ങളിലുണ്ടായ ഭാരനഷ്ടത്തിന് ദ്രവത്തിൻ്റെ സാന്ദ്രതയുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്നുണ്ട്. എന്താണ് സാന്ദ്രത എന്ന് വെച്ചാൽ, എന്താണ് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണ് സാന്ദ്രത. അപ്പോൾ ഇതിന് എന്താണ് കിട്ടിയത്, സാന്ദ്രത എന്താണെന്നാണ് പറയുന്നത്. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് എന്ന് പറയുന്നത് സാന്ദ്രത എന്ന് പറയുന്നത്. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദ്രാവകത്തിൻ്റെ സാന്ദ്രതയ്ക്കനുസരിച്ച് പ്ലവക്ഷേമ ബലം വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലവക്ഷേമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കണ്ടുപിടിക്കുന്നതിനാണ് ഇവിടെ ചെറിയ ഒരു പരീക്ഷണമൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയ്ക്കനുസരിച്ചാണ് പ്ലവക്ഷേമ ബലം വ്യത്യാസപ്പെടുന്നത്. എന്താണ് സാന്ദ്രതയ്ക്കനുസരിച്ച് അല്ലേ, ഓരോ വസ്തുവിൻ്റെയും ദ്രാവകത്തിൻ്റെയും സാന്ദ്രതയ്ക്കനുസരിച്ചാണ് പ്ലവക്ഷേമ ബലം വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ദ്രവത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ദ്രവത്തിൻ്റെ സാന്ദ്രത എന്ന് കിട്ടി. ഇപ്പോൾ ദ്രവത്തിൻ്റെ സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്, ഒരു വസ്തുവിന് ദ്രവത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷേമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകത്തെയാണ് ദ്രവത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ സാന്ദ്രത തന്നെ താരം എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ടല്ലോ. ഇസ്രായേലിനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുജല തടാകമാണ് ചാവുകടൽ. ചാവുകടൽ എവിടെയാണ്, ഇസ്രായേലിനും ജോർദാനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കടലല്ലാഞ്ഞിട്ടും വലിപ്പം കൂടുതൽ കൊണ്ടും ഉപ്പിൻ്റെ അധിക സാന്നിധ്യം കൊണ്ടും കടൽ എന്ന പേര് വന്ന തടാകമാണിത്. ഇതിൽ സമുദ്രത്തേക്കാൾ ലവണാംശം വളരെ കൂടുതലായതിനാൽ സാധാരണ കടൽ ജലത്തേക്കാളും സാന്ദ്രത കൂടുതലാണ്. ലവണാംശം വളരെ കൂടുതലാണല്ലേ. ഇതിൽ സമുദ്രത്തേക്കാളും ലവണാംശം വളരെ കൂടുതലായതിനാൽ സാധാരണ കടൽ ജലത്തേക്കാളും സാന്ദ്രത കൂടുതലാണ്. ഇവിടുത്തെ വൻതോതിലുള്ള ലവണാംശം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വളർച്ചയ്ക്ക് അനുയോജ്യമല്ല. അപ്പോൾ എന്താണ് പറയുന്നത്, ഇസ്രായേലും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പുജല തടാകമാണ് ചാവുകടൽ എന്ന് പറയുന്നത്. അവിടെ കടലല്ലാഞ്ഞിട്ടും വലിപ്പം കൂടുതൽ കൊണ്ടും ഉപ്പിൻ്റെ അധിക സാന്നിധ്യം കൊണ്ടും കടൽ എന്ന പേര് വന്ന തടാകമാണ് ഇത്. ഇതിൽ സമുദ്രത്തേക്കാൾ ലവണാംശം വളരെ കൂടുതലായതിനാൽ സാധാരണ കടൽ ജലത്തേക്കാളും സാന്ദ്രത കൂടുതലായിരിക്കും. ലവണാംശം കൂടുതലായ കാരണം അവിടെ എന്താണ്, സാന്ദ്രത കൂടുതലാണ്. ഇവിടുത്തെ വൻതോതിലുള്ള ലവണാംശം സസ്യങ്ങളുടെ ജന്തുക്കളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമല്ല.
അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സാന്ദ്രത എന്ന് പറയുന്നത്. സാന്ദ്രത എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്നാണ് മനസ്സിലായത്. നമുക്ക് നോക്കി ഓരോ ദ്രാവകത്തിനെയും സാന്ദ്രത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജലത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1000 പൂരിത ഉപ്പിലായതിൻ്റെ ആണെങ്കിൽ 1025, മണ്ണെണ്ണയിലാണെങ്കിലോ 810, ഗ്ലിസറിനിൽ 1260, വെളിച്ചെണ്ണയിൽ 920. അപ്പോൾ നോക്കി ഓരോ ജലത്തിനെയും സാന്ദ്രത വ്യത്യസ്തമാണല്ലേ. അപ്പോൾ ഈ സാന്ദ്രത വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് പ്ലവക്ഷമ ബലവും വ്യത്യാസപ്പെടുന്നുണ്ട്. താഴെ കൊടുത്തുള്ള സന്ദർഭങ്ങൾക്കുള്ള വിശദീകരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് പ്ലവക്ഷമ ബലത്തിന് ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ശുദ്ധജലത്തിൽ കോഴിമുട്ട താഴ്ന്നു പോകുമെങ്കിലും പൂരിത ഉപ്പിലായനിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പൂരിത ഉപ്പിലായനിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്, സാന്ദ്രത വ്യത്യസ്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്നും കടലിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉയരുന്നു. അതുകൊണ്ട് എന്താണ്, ഉപ്പ് എന്ന് പറയുന്നത്, ഉപ്പുവെള്ളം എന്ന് പറയുന്നത് എന്താണ്, ലവണാംശം കൂടുതലാണല്ലേ. ഓക്കെ, അവിടെ സാന്ദ്രത എന്താണ്, ഉപ്പുവെള്ളത്തിനും ജലത്തിനേക്കാളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാന്ദ്രത എങ്ങനെയാണെന്ന് നോക്കിയേ. ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലാണ് ഉപ്പുലായനിക്ക് അല്ലേ. ഉപ്പുലായനിക്ക് സാന്ദ്രത കൂടുതലാണ്. അത് കാരണമാണ് കടലിലേക്ക് കിടക്കുമ്പോൾ കൂടുതലായിട്ട് ഉയരുന്നത്. ചാവുകടലിൽ ആരും തന്നെ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ചാവുകടലിലെ പ്രത്യേകത എന്താണ്, അവിടെ കൂടുതൽ ലവണാംശമാണ് അല്ലേ. നോക്കി ലവണാംശമാണ് അവിടെ കൂടുതൽ, അതായത് ഉപ്പിന് അധികം സാധനം കൂടുതലാണ്. അത് കാരണം സാധാരണ കടൽ ജലത്തേക്കാളും സാന്ദ്രത കൂടുതലായിരിക്കും അവിടെ ചാവുകടലിൽ. അപ്പോൾ സാന്ദ്രത കൂടുതലുള്ള കാരണമാണ് അത് പൊങ്ങി കിടക്കുന്നതിനായിട്ടുള്ള കാരണം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്, പൂർണ്ണമായും ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അതിൻ്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം സാന്ദ്രതയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഇവിടെ പറയുന്നത്, വ്യാപ്തമാണ് രണ്ടാമത്തെ സ്വാധീനിക്കുന്ന ഘടകം. ഒരു വസ്തു പൂർണ്ണമായും ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രവത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഇതുവരെ പറഞ്ഞത് കുറച്ച് പരീക്ഷണങ്ങളോട് കൂടിയിട്ട് പറഞ്ഞു തരാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പരീക്ഷണങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് കറക്റ്റ് പോയിന്റ്സ് മാത്രം മതി. പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്താണ്, പ്ലവക്ഷമ ബലത്തെ സ്വാധീനം. പ്ലവക്ഷമ ബലം എന്ന് വെച്ചതാണ് ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലത്തെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഈ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രവത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം. ഇത് എന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ദ്രവത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ളതാണ്. ഇതുപോലെ തന്നെ കടൽ ജലത്തിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഉദാഹരണങ്ങൾ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഉദാഹരണങ്ങളും പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇതെന്ന് പറയുന്നത് ഇതാണ്, കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്നും കടലിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ വരുന്നതിന് കാരണം എന്താണെന്നാണ് ചോദിക്കാറ് കൂടുതലായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് തത്വം എന്ന് വെച്ചാൽ എന്താണ്, ആർക്കിമിഡീസ് തത്വത്തിനൊരു ഇത് നൽകിയിട്ടുണ്ട്, ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ട്. നമുക്ക് ആ പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല. എന്താണ്, ഒരു കല്ല്, ഗ്ലാസ്, സ്ലാബ് എന്നിവ എടുത്ത് അവയ്ക്ക് ജലത്തിൽ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. കവിഞ്ഞൊഴുകും ചാറിലെ ജലത്തിൽ ഈ വസ്തുക്കൾ ഓരോന്നും താഴ്ത്തിയപ്പോൾ കവിഞ്ഞൊഴുകിയ ബീക്കറിൽ ശേഖരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാരം കണ്ടെത്താനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് പറഞ്ഞു വരുന്നത് നോക്കാം. ആർക്കിമിഡീസ് തത്വമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായിട്ട് മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ ഒരു കല്ലെങ്ങാനും ഇട്ടു. ഈ കല്ലിടാണെന്നുണ്ടെങ്കിൽ ഈ ബീക്കറിൽ നിന്നും വെള്ളം കുറച്ച് പുറത്തേക്ക് പോകുമല്ലോ. കല്ലിടുമ്പോൾ എന്തെങ്കിലും ആ ഭാരം കൂടുതൽ കാരണം കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഒരു പ്ലവക്ഷമ ബലമില്ലേ, ഈ കല്ലുമ്മയ്ക്ക് ഈ വെള്ളം മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഒരു പ്ലവക്ഷമ ബലം ഉണ്ടാവുമല്ലോ. ഈ പ്ലവക്ഷമ ബലം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ, ആ വെള്ളമില്ലേ, അതിൻ്റെ ഭാരമില്ലേ, അത് രണ്ടും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ നമ്മൾ ഒരു കല്ലിട്ടു. അപ്പോൾ ഈ കല്ലിടാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെള്ളം കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വെള്ളം കുറച്ച് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കല്ലിടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഈ വെള്ളം എന്ന് പറയുന്നത് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഇവിടെ പുറത്തേക്ക് പോയപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതിനെയാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെയാണ് പറയുന്നത് ആർക്കിമിഡീസ് തത്വം എന്ന്.
ഇനി നമുക്ക് ആർക്കിമിഡീസ് ആരാന്ന് നോക്കാം. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാക്യൂസിൽ 287 BC-യിലാണ് ആർക്കിമിഡീസ് ജനിച്ചത്. ഏതാണ് പറഞ്ഞത്? 287 BC അല്ലേ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥ പ്രചാരത്തിലുണ്ട്. ഏതാണ് ഒരു കഥ? കേട്ടിട്ടുണ്ടോ? ഏതാണ് കഥ? ഹേറോ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ച് നൽകി. ആ സ്വർണ്ണ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ആർക്കിമിഡീസിനോട് കൽപ്പിച്ചു. ഈ പ്രശ്നം ആർക്കിമിഡീസിനെ വല്ലാതെ കുഴക്കി. ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്ദ്രത കണ്ടെത്താൻ സ്വർണ്ണക്കട്ടയുടെ മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ കിരീടത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തെ കുഴക്കിയ പ്രശ്നം. ഒരു ദിവസം കുളിക്കാനായി പൂർണ്ണമായും ജലം നിറച്ച കുളിത്തൊട്ടിയിൽ കയറിക്കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായി പതിവില്ലാതെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിൽ നിന്നും ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കുവാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തിയാൽ മതി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തവും സാന്ദ്രതയും കണ്ടെത്തി കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. എങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയത്? ഒരു വസ്തുവിനെ വ്യാപ്തം എങ്ങനെയാണ് കണക്കാക്കിയത്? ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തിയാൽ ആ ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കാണുന്നതിനായി പറ്റുമെന്ന് അദ്ദേഹം കണ്ടെത്താൻ അല്ലേ. അങ്ങനെ വ്യാപ്തവും സാന്ദ്രതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആർക്കിമിഡീസ് ആണ് തെളിയിച്ചത്. ഓക്കെ, ആർക്കിമിഡീസ് തത്വം ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി എന്താണ് പ്ലവന തത്വം എന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലവന തത്വം എന്ന് വെച്ചാൽ ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഇതിനെയാണ് പ്ലവന തത്വം എന്ന് പറയുന്നത്. നമ്മൾ ആർക്കിമിഡീസ് തത്വത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? ആദേശം ചെയ്യുന്ന നോക്കി ഇവിടെ ആർക്കിമിഡീസ് തത്വത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? പ്ലവക്ഷമ ബലവും അതുപോലെ തന്നെ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരം തുല്യമായിരിക്കും. അതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറഞ്ഞു. ഇനി പ്ലവന തത്വം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും അതുപോലെ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഇതിനെയാണ് പ്ലവന തത്വം എന്ന് പറയുന്നത്. ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരത്തേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ ഭാരത്തേക്കാളും കുറവാണ്. എന്നാൽ ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തിന് ഈക്വലാണ്. എന്താ പറഞ്ഞത്? ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന ഒരു പ്ലവക്ഷമ ബലം ഉണ്ടായിരിക്കും. ഈ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? പ്ലവന തത്വം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്ലവന തത്വവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ. ഇത്രയൊക്കെയാണ് ഈ പ്ലവന തത്വവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ആപേക്ഷിക സാന്ദ്രത എന്ന് വെച്ചാൽ എന്താണ്? ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ദ്രാവകങ്ങൾക്കും ഒരേ സാന്ദ്രതയാണോ? അല്ലേ, ഓരോരുത്തർക്കും വ്യത്യസ്ത സാന്ദ്രതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു ടേബിൾ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ടേബിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവയും അതുപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ടേബിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതൽ ഏതായിരുന്നു? ഉപ്പ് ലായനി എന്ന് പറയുന്നത് ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതാണ് ജലത്തിനേക്കാളും ഗ്ലിസറിൻ 1260 പറയുന്നത്. അപ്പോൾ ജലവും ഗ്ലിസറിനാണ് എന്ത് പറയുന്നത്? ജലത്തിനേക്കാളും കൂടുതൽ പറയുന്നത് ഉപ്പ് ലായനിയും ഗ്ലിസറിനാണ്. മണ്ണെണ്ണയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഏതാണ്? കുറവാണല്ലേ, സാന്ദ്രത കുറവാണ്. ജലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണെന്ന് നമുക്ക് കണ്ടു. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ ആണ് അല്ലേ. ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. മറ്റു പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണെന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കാണുന്നതിനായിട്ട് ജലത്തിൻ്റെ സാന്ദ്രതയും തമ്മിൽ ആണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണെന്ന് പറയുന്നതിനാണ് ഇതിനെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അതായത് ആപേക്ഷിക സാന്ദ്രത കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അതായത് നമുക്കറിയാം ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. മണ്ണെണ്ണ എത്രയായിരുന്നു? 810 ആയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണാം? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കാണുന്നതിനായിട്ട് മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത കണ്ടു. അപ്പോൾ നമുക്കറിയാം മണ്ണെണ്ണയുടെ സാന്ദ്രത 810 ആണ്. 810 1000 ചെയ്തപ്പോൾ
0.810 എന്ന് പറയുന്നത് കിട്ടി അല്ലേ? ക്ലിയർ ആയല്ലോ. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് വെച്ചാൽ ജലവുമായി കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സാന്ദ്രതയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അതായത് മണ്ണെണ്ണ ഇപ്പം നമുക്ക് ഏതാണ് വസ്തു അതിൻ്റെ സാന്ദ്രത ബൈ എന്താണ് ജലത്തിൻ്റെ സാന്ദ്രത ചെയ്യുക അല്ലേ? ഏതാണ് എന്തിൻ്റെ സാന്ദ്രതയാണോ കണ്ടുപിടിക്കേണ്ടത്, ആപേക്ഷിക സാന്ദ്രത എന്തിൻ്റെ സാന്ദ്രതയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സാന്ദ്രത ബൈ എന്ത് ചെയ്യുക ജലത്തിൻ്റെ സാന്ദ്രത ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഹൈഡ്രോമീറ്റർ എന്ന് വെച്ചാൽ? അതാണ് ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഒരു ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോമീറ്റർ ഇത്ര പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കി ഹൈഡ്രോമീറ്ററിൻ്റെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? ഹൈഡ്രോമീറ്റർ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്കനങ്ങൾ സൂചിപ്പിക്കുന്നത് ആപേക്ഷിക സാന്ദ്രത വിലകൾ താഴോട്ട് വരുന്തോറും കൂടി വരും. അതായത് ആപേക്ഷിക സാന്ദ്രത താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് കൂടി വരും അല്ലേ? അതിനാൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കുന്ന ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കൂടുതലായിരിക്കും. ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കുന്ന ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി എന്താണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ലാക്ടോമീറ്റർ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് ശരിക്കും ഹൈഡ്രോമീറ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോൾ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നോക്കിയൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് പോലെ കുറ്റകരമാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാൽ എത്ര ഉണ്ടെന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഈ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. ഈ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട ഒരു ടേംസിനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അല്ലേ? പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആർക്കിമിഡീസ് തത്വം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ലാക്ടോമീറ്റർ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.